സെൻട്രൽ ടെൻഡൻസി എന്ന ചാപ്റ്ററിൽ അവസാനത്തെ ആവറേജായ ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ ഇവ രണ്ടുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. Geometric mean in the definition, the geometric mean is the nth root of the product of n observation in the data. ഒരു ഡാറ്റയിലെ ഒബ്സർവേഷൻസിന്റെ പ്രോഡക്റ്റിന്റെ nth റൂട്ടിനെയാണ് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. x1, x2, etc. xn n ഒബ്സർവേഷൻ ആണെങ്കിൽ അതിന്റെ ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ജോമെട്രിക് മീൻ ഈക്വൽ ടു nth റൂട്ട് ഓഫ് x1 ഇൻറ്റു x2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു xn. ജോമെട്രിക് മീന് ഉപയോഗങ്ങൾ യൂസസ് എന്തൊക്കെയാണെന്ന് പറയാം. It is useful for calculating the average percentage increase or decrease, ratios, etc. അതായത് വർധന ശതമാനങ്ങൾ അല്ലെങ്കിൽ കുറയൽ ശതമാനങ്ങൾ, റേഷ്യോസ്, ആനുപാതകങ്ങൾ തുടങ്ങിയവയുടെ ശരാശരി കണ്ടുപിടിക്കാൻ ജോമെട്രിക് മീനാണ് യൂസ് ചെയ്യുക. രണ്ടാമത്തേത് പറയുന്നത് ഇൻഡെക്സ് നമ്പേഴ്സിന്റെ കൺസ്ട്രക്ഷൻ, അതായത് സൂചികകൾ കാണുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ ശരാശരിയാണ് ജോമെട്രിക് മീൻ. ദെൻ തേർഡ് പോയിന്റ് യൂസ് the importance of geometric mean is that it gives less weightage to the extreme value. അഗ്രവിലകളെ എക്സ്ട്രീം വാല്യൂസിന്റെ പ്രാധാന്യം കുറയ്ക്കുമെന്നാണ്. ഇപ്പൊ ജോമെട്രിക് മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസില് മിക്കവാറും ചോദ്യങ്ങള് കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. 2016 ചോദിച്ച ചോദ്യം ആദ്യം നോക്കാം. The geometric mean of two observations A and B is. രണ്ട് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട് A, B. ഇവയുടെ ജോമെട്രിക് മീൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. സോ ജോമെട്രിക് മീനിന്റെ ഫോർമുല ജോമെട്രിക് മീൻ ഈക്വൽ ടു nth റൂട്ട് ഓഫ് x1 ഇൻറ്റു x2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു xn ആണ്. ഇവിടെ എത്ര ഒബ്സർവേഷൻ? 1, 2 രണ്ട് ഒബ്സർവേഷൻ ഉണ്ട്. റൂട്ട് ഓഫ് ഏതൊക്കെയാ വാല്യൂസ്? എയും ബിയും. ഇനി സാധാരണയായി ഇങ്ങനെ രണ്ട് ഒബ്സർവേഷനേ ഉള്ളൂ. സ്ക്വയർ റൂട്ട് ഇങ്ങനെ റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ അർത്ഥം 2 ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് എഴുതാറുള്ളൂ. സോ വിച്ച് ഈസ് ഈക്വൽ ടു എ ബി. ഇതാണ് ആൻസർ, ഫോർത്ത് ഓപ്ഷൻ. 2018 ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ റിസീവ് ദ ഫോളോയിങ് പെർസെന്റേജ് ഇൻക്രീസ് in salary over a 4-year period: 8%, 6%, 4% and 5%. Calculate the appropriate average increase per year. തന്നിരിക്കുന്ന ഡാറ്റ പെർസെന്റേജിലാണ് തന്നിരിക്കുന്നത്. പെർസെന്റേജ് ഇൻക്രീസ് ആണെങ്കിലും ഡിക്രീസ് ആണെങ്കിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആവറേജ് ജോമെട്രിക് മീൻ ആണ്. അതുകൊണ്ട് ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. ജോമെട്രിക് മീൻ ഈക്വൽ ടു nth root of x1 into x2 into etc into xn which is equal to എത്ര ഒബ്സർവേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്? ഫോർത്ത് റൂട്ട് ഓഫ് ഏതൊക്കെയാ നമ്പേഴ്സ്? 8 into 6 into 4 into 5. ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 8 into 6 into 4 into 5 ഇത് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഫോർത്ത് റൂട്ട് ഓഫ് ആ വാല്യൂ എടുത്തെഴുതുക. ഫോർത്ത് റൂട്ട് ഓഫ് 960 ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കുക. നിങ്ങളുടെ സിലബസിൽ പറയുന്നത് രണ്ട് വാല്യൂസിന്റെ വന്നാൽ മാത്രം സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാകും. അല്ലാത്ത കേസിൽ ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, കാൽക്കുലേറ്റ് ജോമെട്രിക് മീൻ ഓഫ് 20, 25, 50, 60 ഈ നമ്പേഴ്സിന്റെ ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. സോ ജോമെട്രിക് മീൻ ഈക്വൽ ടു ഫോർമുല എങ്ങനെയാണ്? ഫോർത്ത് റൂട്ട് ഓഫ് 20 ഇൻറ്റു 25 ഇൻറ്റു 50 ഇൻറ്റു 60 ഇത്ര ചെയ്താൽ മതി. ഇതിന് മാർക്ക് തന്നുള്ളൂ. ജോമെട്രിക് മീനിന്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പരിമിതികളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് തന്നിരിക്കുന്ന ഡാറ്റയിലെ ഏതെങ്കിലും ഒരു വാല്യൂ നെഗറ്റീവ് ആയാലും
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ 0 ആണെങ്കിലും ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധ്യമല്ല, കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഡാറ്റ തന്നിരിക്കുന്നത് -2, 3, 4, 5, 6. ഈ ഡാറ്റയുടെ ജോമെട്രിക് മീൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ജോമെട്രിക് മീൻ ഈക്വൽ ടു എത്ര ഒബ്സർവേഷൻ? 5 ഒബ്സർവേഷൻ. സോ ഫിഫ്ത്ത് റൂട്ട് ഓഫ് -2 into 3 into 4 into 5 into 6 which is equal to fifth root of. എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവിൽ ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക. നെഗറ്റീവിലുള്ള റൂട്ടുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ തൽക്കാലം പഠിച്ചിട്ടില്ല. ഇനി സെയിം തിങ്, ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ 0 ആണെങ്കിൽ ഈ നമ്പേഴ്സിന്റെ എല്ലാം കൂടിയുള്ള പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 ആയി മാറി റൂട്ടിന്റെ ഉള്ളിൽ 0. അതുകൊണ്ടാണ് ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ഡാറ്റയിൽ നെഗറ്റീവ് വാല്യൂ വന്നാലും 0 വന്നാലും കാൽക്കുലേഷൻ പോസിബിൾ അല്ല എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ആവറേജ് ഹാർമോണിക് മീൻ ആണ്. ഇപ്പൊ ജോമെട്രിക് മീനും ഹാർമോണിക് മീനും നമുക്ക് റോ ഡാറ്റ വെച്ചിട്ടുള്ള കേസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഹാർമോണിക് മീനിന്റെ ഡെഫിനിഷൻ പറയുന്നത് x1, x2, എക്സെട്ര xn ഉള്ളതൊരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിൽ ഹാർമോണിക് മീൻ HM ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ സിഗ്മ 1/x ആണ് ഫോർമുല. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ഹാർമോണിക് മീൻ യൂസ് ചെയ്യുന്നത് ആവറേജ് സ്പീഡ് കാൽക്കുലേഷനിലാണ്. ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സ്പീഡിലാണ് തരുന്നതെങ്കിൽ, സ്പീഡിന്റെ പ്രോബ്ലംസ് ആണെങ്കിൽ ഹാർമോണിക് മീൻ യൂസ് ചെയ്യും. അതേസമയം പെർസെന്റേജ് ഇൻക്രീസ് ഡിക്രീസ് റേഷ്യോസിന്റെ എല്ലാം ആവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുന്നതെങ്കിൽ ജോമെട്രിക് മീൻ ആണ് യൂസ് ചെയ്യുക. ആ ഡിഫറൻസ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുന്നതും പ്രീവിയസ് ഇയറിൽ വന്ന ചോദ്യങ്ങൾ തന്നെയാണ് നോക്കുന്നത്. 2015 ചോദിച്ച ചോദ്യം, 3 migrating birds travel from one place to another with a speed of 35, 42 and 40 km/h respectively. Find the average speed of the birds. ഇപ്പൊ വാല്യൂസ് ഇവിടെ തന്നിരിക്കുന്നത് നോക്കുക. 35, 42 and 40 km/h ഇതാണ് തന്നിരിക്കുന്ന വാല്യൂസ്. ഇവയുടെ സ്പീഡ് ആണെങ്കിൽ ഹാർമോണിക് മീൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഹാർമോണിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എങ്ങനെയാന്ന് പറഞ്ഞു? n ഡിവൈഡഡ് ബൈ സിഗ്മ 1/x ആണ് ഫോർമുല. ഇപ്പൊ എക്സ് വാല്യൂസ് ആണ് എന്ത്? എക്സിന്റെ ഓരോ വാല്യൂസും ആണ് 35, 42, 40 വിച്ച് ഈസ് ഈക്വൽ ടു n പറഞ്ഞാല് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. എത്ര നമ്പർ? 1, 2, 3. സോ 3 ഡിവൈഡഡ് ബൈ സിഗ്മ 1/x. സോ 1/xന്റെ ആദ്യത്തെ വാല്യൂ 35 പ്ലസ് 1/42 പ്ലസ് 1/40 വിച്ച് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ 35. കാൽക്കുലേറ്ററിൽ നോക്കുക. 0.0286 plus 1 divided by 42 0.0238 plus 1 divided by 40 0.025 which is equal to 3 divided by ഇവയെല്ലാം കൂടെ സം ചെയ്യുക 0.0774 എന്നതിന് ശേഷം ഡിവൈഡ് ചെയ്യണു 38.76 എന്ന ആൻസർ വരും. 2016 മാർച്ചില് ചോദിച്ച ചോദ്യമാണ്. An aeroplane flies along the 4 sides of a square at a speed of സ്പീഡ് തന്നിരിക്കുന്നത് 100 km/h. Then next speed 200 km/h, 300 km/h, 400 km/h. Determine the average speed. ഇപ്പൊ സ്പീഡിന്റെ പ്രോബ്ലം ആണെങ്കിൽ ഹാർമോണിക് മീൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഹാർമോണിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല n ഡിവൈഡഡ് ബൈ സിഗ്മ 1/x ആണ് ഫോർമുല, which is equal to 1, 2, 3, 4 number of observation 4 divided by
1 by x ന്റെ ഫസ്റ്റ് വാല്യൂ 100, 1 by 100 പ്ലസ് 1 by 200, x ന്റെ അടുത്ത വാല്യൂ 200 ആണ്, പ്ലസ് 1 by 300 പ്ലസ് 1 by 400 which is equal to 4 divided by 1 by 100 0.01 plus 1 by 200 0.005 plus 1 by 300 0.003 plus 1 by 400 0.0025 എന്നതിന് ശേഷം 4 ഡിവൈഡഡ് ബൈ ഇതെല്ലാം കൂടെ സം ചെയ്യുമ്പോൾ ഇവിടെ ഒരു വാല്യൂ കിട്ടും. 4നെ ഈ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 195 ആയിരിക്കും. 2018 ജൂലൈയിൽ ചോദിച്ച ചോദ്യം, എ പേഴ്സൺ ഗോസ് ഫ്രം ഹിസ് ഹൗസ് ടു ഓഫീസ് അറ്റ് എ സ്പീഡ് ഓഫ് 20 km/h and return from office to home at a speed of 35 km/h. Find the average speed of his journey. സ്പീഡിന്റെ പ്രോബ്ലം ആണെങ്കിൽ ഹാർമോണിക് മീൻ. ഇവിടെ 2 സ്പീഡാണ് തന്നിരിക്കുന്നത്. ഒന്ന് ഓഫീസിലേക്ക് പോകുന്ന സ്പീഡ് 20 km/h ആണ്. ദെൻ നെക്സ്റ്റ് വൺ തിരിച്ചു വരുന്ന സ്പീഡ് 35 km/h. ഇനി എന്ത് ചെയ്യാം? സ്പീഡ് ആണെങ്കിൽ ഹാർമോണിക് മീൻ ഈക്വൽ ടു 2 ഒബ്സർവേഷൻ ആണുള്ളത്. 2 ഡിവൈഡഡ് ബൈ 1 by 20 പ്ലസ് 1 by 35 കാൽക്കുലേറ്റ് ചെയ്യണു, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 1 by 20 പ്ലസ് 1 by 35 വാല്യൂസ് എഴുതണു, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് 0.05 പ്ലസ് 0.029 സം ചെയ്യുമ്പോൾ 0.079 ആൻസർ കിട്ടും. ഈക്വൽ ടു 2നെ ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 25.316. ഹാർമോണിക് മീനിന്റെ ഒരു ലിമിറ്റേഷൻ, ഏതെങ്കിലും ഒരു വാല്യൂ 0 ആണെങ്കിൽ ഹാർമോണിക് മീന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധ്യമല്ല. ജോമെട്രിക് മീനിലും ഹാർമോണിക് മീനിലും ഏതെങ്കിലും ഒരു വാല്യൂ 0 ആണെങ്കിൽ കാൽക്കുലേഷൻ ഇമ്പോസിബിൾ ആണ്. ഇനി പഠിക്കേണ്ടത് അരിതമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷനാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. റിലേഷനിൽ പറയുന്നത് അരിതമെറ്റിക് മീൻ ആണ് വലുത്. അരിതമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാർമോണിക് മീൻ. മൂന്നും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അരിതമെറ്റിക് മീൻ ആയിരിക്കും വലുത്. ഇനി എല്ലാ ഒബ്സർവേഷൻസും ഈക്വൽ ആണെങ്കിൽ, തന്നിരിക്കുന്ന ഡാറ്റയിലെ എല്ലാ വാല്യൂസും ഈക്വൽ ആണ്, ഒരേ നമ്പർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അരിതമെറ്റിക് മീനും ഹാർമോണിക് മീനും ജോമെട്രിക് മീനും ഇവ മൂന്നും ഈക്വൽ ആയിരിക്കും. ഇത് കൂടാതെ അടുത്തൊരു റിലേഷൻ പറയുന്നത് ജോമെട്രിക് മീനിന്റെ സ്ക്വയർ ഈക്വൽ ടു അരിതമെറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസുകൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഒരു പോയിന്റും കൂടെ പറയട്ടെ. ആദ്യത്തെ റിലേഷൻ പറഞ്ഞത് എന്തായിരുന്നു? അരിതമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാർമോണിക് മീൻ. ഇത് ഓർത്തു വെക്കാനുള്ള എളുപ്പ വഴി ആൽഫബറ്റിക് ഓർഡർ നോക്കുക. എ ആണ് ഫസ്റ്റ്. ആൽഫബറ്റിക് ഓർഡറിൽ പിന്നെ വരുന്നത് ജി ആണ്, പിന്നെ വരുന്നത് എച്ച് ആണ്. അത് ഓർക്കുക, ഓരോന്നും വലുതാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇതാണ് എളുപ്പ വഴി. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി വെച്ചിട്ടും പ്രോബ്ലംസുകൾ ചോദിക്കാറുണ്ട്. 2015 വന്ന ചോദ്യം തന്നെ ചൂസ് ദ മോസ്റ്റ് കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ എന്നുള്ളതാണ്. റിലേഷൻ നോക്കുക. അരിതമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാർമോണിക് മീൻ. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന റിലേഷൻ. നോക്കൂ, ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ് തന്നിരിക്കുന്നത്. അരിതമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ, അത് ഹോൾഡ് ചെയ്യണ്ട. സെക്കൻഡ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഈ ഭാഗമാണ്. അപ്പൊ ഇതും കറക്റ്റ് ആണ്. തേർഡ് വൺ പറയുന്നത് മിഡിലുള്ള ജോമെട്രിക് മീനിനെ തൽക്കാലം മറക്കുക. അന്നേരം തേർഡ് ഓപ്ഷൻ കിട്ടണ്ടോ നോക്കൂ. അരിതമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാർമോണിക് മീൻ ആയി. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ആൾ ഓഫ് ദീസ്. 2015 ക്വസ്റ്റ്യൻ ആണ്. The arithmetic mean and the harmonic mean of a data are 10 and 8.1 respectively.
The geometric mean is dash. ഇതാണ് ചോദ്യം. അപ്പൊ നോക്കൂ, റിലേഷൻ എങ്ങനെയാണ് പറഞ്ഞത്? Geometric mean equal to square root of arithmetic mean into harmonic mean ആണ് ഫോർമുല പഠിച്ചിരിക്കുന്നത്. Geometric mean അറിയില്ല, which is equal to arithmetic mean എത്രയാ? 10 into harmonic mean 8.1. അപ്പൊ 10 into 8.1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? റൂട്ട് 81. 81ന്റെ റൂട്ട് എത്രയാ? 9. നെക്സ്റ്റ് വൺ, arithmetic mean of two numbers is 10. arithmetic mean രണ്ട് നമ്പേഴ്സിന്റെ arithmetic mean 10 ആണ്. ആൻഡ് geometric mean തന്നിരിക്കുന്നത് 8 ആണ്. ഫൈൻഡ് ഹാർമോണിക് മീൻ. ഹാർമോണിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. നോക്കൂ, ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. ജോമെട്രിക് മീൻ തന്നിരിക്കുന്നത് 8 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് അരിതമെറ്റിക് മീൻ എത്രയാ? 10 ഇൻറ്റു ഹാർമോണിക് മീൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇനി എന്ത് ചെയ്യാം? നിങ്ങൾ സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യണു. അപ്പൊ എന്തായി മാറി നോക്കൂ, 8 സ്ക്വയർ ഈക്വൽ ടു 10 ഇൻറ്റു ഹാർമോണിക് മീൻ ആയി മാറി. 8ന്റെ സ്ക്വയർ 64 ഈക്വൽ ടു 10 ഇൻറ്റു ഹാർമോണിക് മീൻ. ഇതിൽ നിന്ന് ഹാർമോണിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. 64/10 ഈക്വൽ ടു ഹാർമോണിക് മീൻ. 64/10 വെച്ച് കഴിഞ്ഞാൽ എത്രയാ? 6.4 ആണ് ആൻസർ. If geometric mean and harmonic mean of two numbers are 9 and 8.1 respectively, geometric mean തന്നിരിക്കുന്നത് 9 ആണ്. ഹാർമോണിക് മീൻ HM തന്നിരിക്കുന്നത് 8.1. ഫൈൻഡ് അരിതമെറ്റിക് മീൻ. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫോർമുലയില് ജോമെട്രിക് മീൻ 9 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് അരിതമെറ്റിക് മീൻ അറിയില്ല ഇൻറ്റു ഹാർമോണിക് മീൻ 8.1 എന്നതിന് ശേഷം എന്ത് ചെയ്യാ? സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്യണു. രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്യുമ്പോൾ 9 സ്ക്വയർ ഈക്വൽ ടു അരിതമെറ്റിക് മീൻ ഇൻറ്റു 8.1. അതായത് സ്ക്വയർ ചെയ്യുന്നതോടുകൂടെ സ്ക്വയർ റൂട്ട് പോവും. രണ്ട് തവണയാവുമ്പോ സ്ക്വയർ റൂട്ട് പോയി. 9 സ്ക്വയർ പറഞ്ഞാല് 81 ഈക്വൽ ടു ആണ് അരിതമെറ്റിക് മീൻ ഇൻറ്റു 8.1. ഇതിൽ നിന്ന് അരിതമെറ്റിക് മീൻ 81 ഡിവൈഡഡ് ബൈ 8.1 ഈക്വൽ ടു അരിതമെറ്റിക് മീൻ. സോ അരിതമെറ്റിക് മീൻ ഈക്വൽ ടു 81നെ 8.1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ആണെന്ന് ആൻസർ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അരിതമെറ്റിക് മീൻ ഓഫ് ടു നമ്പേഴ്സ് ഈസ്. രണ്ട് നമ്പേഴ്സിന്റെ അരിതമെറ്റിക് മീൻ 17 ആണ്. ആൻഡ് ജോമെട്രിക് മീൻ ഈസ് 15. ജോമെട്രിക് മീൻ 15 ആണെങ്കിൽ ഹാർമോണിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ജോമെട്രിക് മീൻ ഉള്ളിടത്ത് ജോമെട്രിക് മീൻ തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, which is equal to square root of arithmetic mean 17 ആണ് ഇൻറ്റു ഹാർമോണിക് മീൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്യാ? സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്യണു. സ്ക്വയർ ചെയ്യുമ്പോ എന്തായി മാറും? 15 സ്ക്വയർ 15ന്റെ സ്ക്വയർ 225 ഈക്വൽ ടു 17 ഇൻറ്റു ഹാർമോണിക് മീൻ ആണ്. ഇതിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹാർമോണിക് മീന് 13.235 ആണെന്ന് വരുന്നുണ്ട്. 5 ആവറേജുകളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ 2018 ചോദിച്ച മാച്ച് ദ ഫോളോയിങ്, ഈ 5 ആവറേജും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് കൂടെ നോക്കാം. ഫസ്റ്റ് വൺ, ബെസ്റ്റ് ആവറേജ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പേഴ്സിന്റെ കേസിൽ വരുന്നത് ജോമെട്രിക് മീൻ ആണ്. സെക്കൻഡ് വൺ, ആവറേജ് യൂസ്ഡ് ഫോർ കാറ്റഗറിക്കൽ ഡാറ്റ. Categorical data mode, third option. Average used in the case of qualitative data which can be measured quantitatively. Option 4 ആണ് median. Last one, average which cannot be calculated when one of the values is 0. Option harmonic mean and geometric mean. രണ്ടും ഹോൾഡ് ചെയ്യും. ഏതാണോ ഇഷ്ടം അത് എഴുതിയാൽ മതി. നോക്കൂ, ഈ 4 പോയിന്റ്സുകളും ഓരോ ആവറേജിന്റെയും മെറിറ്റ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മെറിറ്റ്സുകളും ഡിമെറിറ്റ്സുകളും എല്ലാം പഠിച്ചിരിക്കണം എന്നതാണ്. If you like the video, please subscribe and press the bell icon.